Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. തേർഡ് സെമസ്റ്റർ BA and BSc-കാരുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇതുവരെ നടന്ന എല്ലാ എക്സാമിനും കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രയൊക്കെ വീഡിയോസ് നിങ്ങൾ കേട്ടിട്ടും കാര്യമില്ല, ടെക്സ്റ്റ് നന്നായി വായിക്കുക, സമ്മറി നന്നായി മനസ്സിലാക്കുക, ഇത്രയും ചെയ്യണം എന്നതാണ് പ്രധാനം. അതിൻ്റെ ഒപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യം മറക്കരുത്. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടിയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ധനവാനോട് ചോദിച്ചു വാങ്ങുന്ന തേനിലും മധുരം ഒരു സാധു അറിഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു കുമ്പിൾ ജലത്തിലാണ്. ഈ ഒരു വരികൾ വന്നിരിക്കുന്നത് ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന സഞ്ചാര സാഹിത്യ കൃതിയിൽ നിന്നാണ്. ഒരു സന്യാസിയാണ് ഇപ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഗൗരികുണ്ട്, പാർവതി ദേവിയുടെ കുളക്കടവ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കാലി കമ്പിളി ബാബയെ കുറിച്ചൊരു ചോദ്യം ഉണ്ടാവും. കാരണം വഴിയരികിലൊക്കെ വിശ്രമത്താവളങ്ങൾ ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ പേരിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നത് ഹിമവാന്റെ മുകൾത്തട്ടിൽ നിന്നാണ് കേട്ടോ. പിന്നെ വരുന്നത് CJ തോമസിനെ ആദ്യമായിട്ട് കണ്ട രംഗം, അത് എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പെരുന്തച്ഛനും മകനും തമ്മിലുള്ള അന്തസംഘർഷം തിരക്കഥയിൽ MT എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു കഥാപാത്ര നിരൂപണം പെരുന്തച്ഛൻ്റെ, അതും ഒരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ വരുന്നത് തനത് നാടക ദർശനം, അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ആദ്യത്തെ തനത് നാടക വക്താക്കൾ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യവും പ്രതീക്ഷിക്കാം. പിന്നെ ലൂമിയർ സഹോദരന്മാരുടെ ക്യാമറ പകർത്തിയ ആദ്യത്തെ ദൃശ്യങ്ങൾ എന്തായാലും ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് പുലിജന്മം എന്ന നാടകം ഉണ്ടല്ലോ, ആ നാടകത്തിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ, യാത്രാ വിവരണം, ഈ 3 ഭാഗങ്ങളിൽ നിന്നും 5 മാർക്ക്, 2 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഗഡുവാളികളുടെ വേഷവിധാനങ്ങളെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതും വരുന്നത് ഹിമവാന്റെ മുകൾത്തട്ടിൽ നിന്നാണ്. പിന്നെ തനത് നാടകത്തിൻ്റെ ആദ്യകാല പരിശ്രമങ്ങളെക്കുറിച്ച് ചോദിക്കാം ചിലപ്പോൾ. പിന്നെ ഭരതവാക്യം എന്ന പാഠഭാഗം, അതുപോലെ തന്നെ ചിത്രത്തെക്കുറിച്ചോ നടനെക്കുറിച്ചോ ചിലപ്പോൾ കഥാപാത്ര നിരൂപണം എന്നിവയൊക്കെ ചോദിക്കാം. പിന്നെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥ, അതെപ്പോഴും ഒരു ചോദിക്കുന്നൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. പിന്നെ വരുന്നത് സാമുദായിക അസമത്വങ്ങളോടുള്ള എതിർപ്പ്, കണ്ണീരും കിനാവും എന്ന ആത്മകഥയെ ബന്ധപ്പെടുത്തിയിട്ട് കെടാത്ത തീനാളങ്ങൾ എന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. വീട്ടിയുടെ ആ ഒരു ശ്രമങ്ങളൊക്കെ എഴുതാം. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ഇവൻ എൻ്റെ പ്രിയ CJ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ അതിൽ CJനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു 5 മാർക്കിനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോളൂ. പിന്നെ പിറന്ന മണ്ണിൻ്റെ തൊണ്ടയിടറിയ വിളി എന്നുള്ള ആ ഒരു വരികൾ അത് തന്നിട്ട് അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇത് പുഷ്പഗോപുരം എന്ന ആ ഒരു പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. P. കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് കരുതി വെച്ച ഒരു ഇലച്ചോറ് എന്ന പാഠഭാഗത്തു നിന്നാണ്. അപ്പോൾ അതിലൊരു അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, അച്ഛൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം ഉണ്ടാവും. ഞാൻ അന്വേഷിച്ച് ഉടനെ വിവരം അറിയിക്കാം എന്ന് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ആ ഒരു പാഠഭാഗത്ത്, അത് മന്ത്രിയാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നോ അല്ലെങ്കിൽ ആരാണ് പറയുന്നത് എന്നോ ആയിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. പിന്നെ കലാസൃഷ്ടിയിലെ 3 ഘട്ടങ്ങളുണ്ടല്ലോ, പ്രചോദനം, പ്രയോഗം, പ്രകാശനം, ഈ 3 ഘട്ടങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാവുന്നതാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സംവിധായകൻ്റെ കല എന്നുള്ള പാഠഭാഗത്തിൽ സംവിധായകൻ്റെ റോളിനെ കുറിച്ച് ഒരു ചോദ്യം ചിലപ്പോൾ പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതും. ഇനി വരുന്നത് essay ക്വസ്റ്റ്യൻസ് ആണ്. ഇതെപ്പോഴും ഒരു ഡൗട്ടാണ് ഏതാ വരിക എന്നുള്ളത്. അപ്പോൾ അത് കൂടുതലായിട്ട് വരുന്നത് പെരുന്തച്ഛൻ, തനത് നാടക ദർശനം, ഹിമവാന്റെ മുകൾത്തട്ടിൽ, കരുതി വെച്ച ഒരു ഇലച്ചോറ് അല്ലെങ്കിൽ പുഷ്പഗോപുരം, ഇത്രയും പാഠഭാഗം നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് essay ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് പോയിക്കോളൂ. ഇതോട് കൂടിയിട്ട് ഈ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് റിപ്പീറ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഒരു വീഡിയോ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നന്നായി പഠിച്ചിട്ട് പോയിക്കോളൂ.
പിന്നെ പ്രത്യേകം പറയാനുണ്ട്, എല്ലാ വീഡിയോസും അതായത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെയൊക്കെ നോട്ട്സും നിങ്ങൾക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ ആ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ മക്കളെ, മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.